ഇത്രയും നാൾ നിന്നെ അറിഞ്ഞതേയില്ല, ക്ഷമിക്കണമേ എൻ യേശുവപ്പാ. ഇത്രയും നാൾ നിന്നെ അറിഞ്ഞതേയില്ല, ക്ഷമിക്കണമേ എൻ യേശുവപ്പാ. ഈ പ്രപഞ്ചം സൃഷ്ടിക്കും മുൻപേ നീ എന്നെ കണ്ടുവെന്നറിഞ്ഞപ്പോൾ എൻ മനം ഒരു പൈതലായി മാറി നിന്നെ അറിയാൻ ദാഹിച്ചു, നിന്നെ അറിയാൻ ദാഹിച്ചു. സ്തോത്രം സ്തോത്രം എൻ യേശുദേവന് സ്തോത്രം, സ്തോത്രം സ്തോത്രം എൻ യേശുദേവന് സ്തോത്രം. ഇത്രയും നാൾ നിന്നെ അറിഞ്ഞതേയില്ല, ക്ഷമിക്കണമേ എൻ യേശുവപ്പാ. ആദം മുതൽ തുടർന്ന പാപങ്ങൾ പോകുവാനായി മനുഷ്യപുത്രനായി നീ ഭൂമിയിൽ വന്നില്ലേ. ആദം മുതൽ തുടർന്ന പാപങ്ങൾ പോകുവാനായി മനുഷ്യപുത്രനായി നീ ഭൂമിയിൽ വന്നില്ലേ. അയോഗ്യരെ നീ ശിക്ഷരാക്കി, മഹാത്ഭുതത്താൽ അവർ സാക്ഷികളായി. പ്രാണവേദനയ കരയും പീഡിതരുടെ രോഗം മാറ്റിയവൻ നീ, ഭൂതബാധിതരുടെ ദുരിതവേളയിൽ രക്ഷ നൽകിയവൻ നീ. മരണപ്പെട്ടവർക്ക് ജീവൻ നൽകിയതും നീയാണെന്നും ഞാൻ അറിഞ്ഞു. മരണപ്പെട്ടവർക്ക് ജീവൻ നൽകിയതും നീയാണെന്നും ഞാൻ അറിഞ്ഞു. ഇത്രയും നാൾ നിന്നെ അറിഞ്ഞതേയില്ല, ക്ഷമിക്കണമേ എൻ യേശുവപ്പാ. ക്ഷമിക്കണമേ എൻ യേശുവപ്പാ. ഇത് ഞാൻ സ്നാനപ്പെട്ട അന്ന് രാത്രി എഴുതിയത് ഒരു പാട്ടാണ്. ജീവിതത്തിൽ യേശു ആരാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. പിതാവ് എല്ലാം പറയുന്ന കേട്ടിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കൂടുതൽ അടുത്തിട്ടില്ലായിരുന്നു. എനിക്കറിയാം ഈ പാട്ട് എഴുതിയത് ഞാനല്ല. അന്ന് രാത്രി യേശുവിനങ്ങനെ ചിന്തിച്ച് കിടന്ന് എല്ലാവരും വീട്ടിലൊക്കെ എല്ലാവരും ഉറക്കാനുണ്ട്. ഒരു 10-12 മണിക്കായി കാണും തോന്നുന്നു. ഞാൻ യേശുവിനെ പ്രാർത്ഥിച്ച് എനിക്കൊരു പാട്ട് എഴുതണം ഞാൻ യേശുപ്പച്ചനോട് പറഞ്ഞു. ആ നിമിഷം എഴുതിയൊരു പാട്ടാണ് ഇത്. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് മഹാബോറാണ്. ഞാൻ ഫാസ്റ്റിലിങ്ങനെ എഴുതും, ഓരോ ആൾക്കാർക്ക് വായിക്കാൻ പറ്റില്ല. പക്ഷേ ഈ പാട്ട് എഴുതുന്ന സമയത്ത് അച്ചടിച്ച പോലെയാണ് എഴുതിയത്. അത് എനിക്ക് വിശ്വസിക്കാനായില്ല. കാരണം ഈ വാക്കുകളൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റാത്ത വാക്കുകളാണ്. ഉൽപ്പത്തി മുതൽ മരണം വരെയുള്ളതാണ്. ഞാൻ അറിയാണ്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ശരിക്കും അതിന് ദൈവത്തിന് എത്ര മഹത്വപ്പെടുത്തിയാലും മതിയാവില്ല.
ഞാൻ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ഞങ്ങളുടേതായ മതാചാരത്തിൽ കൂടി നടന്നു. പല അമ്പലങ്ങളിലും വിഗ്രഹാരാധനകളിലും പങ്കെടുത്തു. എല്ലാ ഇന്ത്യയിൽ തന്നെ പല പല സ്ഥലങ്ങളിലും ദൈവങ്ങളുടെ അടുക്കിലേക്ക് പോയി പ്രാർത്ഥിച്ചു. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ നേരെ ചെല്ലുന്നത്, ഹിന്ദുക്കളായ മിക്ക ആളുകളും ചെല്ലുന്നത് ജോൾസിൻ്റെ ഇതിലേക്കാവും. എനിക്ക് ജീവിതത്തിൽ പല പ്രശ്നങ്ങളുണ്ടായപ്പോഴും ഞാൻ ചെന്നത് തഞ്ചാവൂരിലുള്ള ഒരു ഓല എഴുതുന്ന ഒരു ഓല ജോൽസ്, അതിനെന്തോ പറയും, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞാൻ അവിടെ പോയി. അപ്പോൾ അദ്ദേഹം എൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം 57 വയസ്സിന് ശേഷം ഞാൻ ജീവിച്ചിരിക്കില്ല എന്ന് എന്നോട് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിനൊന്നും കാണുന്നില്ല, അത്രയൊന്നും വായിക്കാൻ പറ്റുന്നില്ല. അതിനുശേഷം വീണ്ടും ഞാൻ എൻ്റെ ജോലിയായി നടന്നു, അതും ഞാൻ മറന്നുപോയി. വീണ്ടും പ്രശ്നങ്ങൾ വരുമ്പോൾ വീണ്ടും മറ്റു ജോൾസിൻ്റെ അടുത്ത് പോകും. ആ ജോൾസിനും ഇത് തന്നെ പറഞ്ഞത്, 57 വയസ്സിന് ശേഷം ഒന്നും കാണുന്നില്ല, എനിക്ക് പറയാൻ പറ്റുന്നില്ല, അപ്പോൾ അതുവരെ നിങ്ങളുടെ ലൈഫുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് പല അസുഖങ്ങളും വന്നു. ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു, ക്യാൻസർ വന്നു, ഷുഗറും കൊളസ്ട്രോളും പ്രഷർ എല്ലാം അതുണ്ട്. പക്ഷേ എന്നെ ഇപ്പം നിലനിർത്തുന്നത് എൻ്റെ 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 യേശുവാണ്. എനിക്കൊരു ഒരു ദിവസം 4-5 സിനിമകളുടെ വർക്കാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു കാലഘട്ടത്ത് ഒരു സ്റ്റുഡിയോയിൽ പാട്ട് റെക്കോർഡിങ് ഉണ്ടാവും, അപ്പുറത്ത് കമ്പോസ് ചെയ്യുന്നുണ്ടാവും, മറ്റു സ്ഥലത്ത് റീറെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുകയുണ്ടാവും, ഈ സ്ഥലത്ത് ലിറിക്സ് എഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ പല പല ഇതിലും ആ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. എനിക്ക് അസുഖം വന്നതിനോടുകൂടെ, വർക്കുകൾ കുറഞ്ഞതോടുകൂടെ സുഹൃത്തുക്കളും പതിയെ അകലാൻ തുടങ്ങി. ഞാൻ ഒറ്റപ്പെട്ട ഒരു അവസ്ഥ എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ പിന്നെ എനിക്ക് എന്തോ ഒരു അസുഖം വന്ന സമയത്ത് ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ഞാൻ കിടക്കുകയായിരുന്നു. ഉഴിച്ചിലാണ് തോന്നുന്നു എന്തോ. അപ്പോൾ ഒരു ദുഃഖവെള്ളിയുടെ അന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് തന്നെ ഒരു TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അന്ന് യേശുവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് TV യിൽ പറഞ്ഞുകൊണ്ടിരുന്നതും, യേശുവിൻ്റെ ജീവചരിത്രം കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയുക ഡോക്യുമെൻ്ററി പോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാനത് കണ്ട് എനിക്ക് വല്ലാത്തൊരവസ്ഥയിലേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പതുക്കെ കരയാൻ തുടങ്ങി. എൻ്റെ യേശുപ്പച്ചൻ അവരെന്തിനു കുരിശിലെച്ചത് എന്നൊക്കെ ചിന്തിച്ച് ഞാൻ ഭയങ്കരമായിട്ട് വാവിട്ട് നടക്കാറുണ്ട്. പിന്നെ അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പിറ്റേ ദിവസം രാവിലെ ഒരു ദൈവദാസൻ എന്നെ വിളിക്കുക ഹോസ്പിറ്റലിൽ. അപ്പം ഞാൻ ഹോസ്പിറ്റലാണ് കിടക്കുന്നത്. മോഹൻസ് സാറാണെന്ന് ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. ഞാൻ എന്നെ പാസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തേ വിളിച്ചെന്ന് ചോദിച്ചു. അല്ല, എന്നോട് ദൈവം പറഞ്ഞു, യേശു പറഞ്ഞു വിളിക്കണം എന്ന്. അങ്ങനെ ഇപ്പോൾ എവിടെയുള്ളതെന്ന് ചോദിച്ചു. ഞാൻ എന്നെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം വന്ന് എന്നോട് പറഞ്ഞു, എൻ്റെ അരികെ വന്ന് ആദ്യമായിട്ട് സുവിശേഷം കേട്ടത് അന്നാണ്. പിന്നെ എനിക്ക് യേശുപ്പച്ചനെ ഭയങ്കര ഇഷ്ടം എന്നെ കൂടിക്കൊണ്ടിരുന്നു. അപ്പോൾ യേശുപ്പച്ചനെ കൂടുതൽ അറിയാനുള്ളൊരു വ്യഗ്രത എന്നിലേക്ക് ഉണ്ടായി. അങ്ങനെ പിന്നെ കൂടുതൽ അറിയാനുള്ള, യേശുവിനെ എനിക്ക് കൂടുതൽ അറിയണം എന്നുള്ള ഇതിൽ ഞാൻ പിന്നെ TV വെച്ച് ഹാർവസ്റ്റ് TV അങ്ങനെ പല TV യിലും വെച്ച് കാണും. അപ്പോൾ ടിനു പാസിൻ്റെ ഒരു പ്രസംഗം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓരോ വാക്കുകളും എൻ്റെ മനസ്സിലേക്ക് തറച്ച് കയറുന്നൊരവസ്ഥ എനിക്ക് വന്നു. അങ്ങനെ ടിനു പാസിൻ്റെ നമ്പർ എവിടെ നിന്നോ തപ്പിപ്പിടിച്ച് അദ്ദേഹത്തെ വിളിച്ചു, കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ കണ്ടു, സംസാരിച്ചു, എന്തൊന്നുമില്ലാത്ത സന്തോഷമായി. പിന്നെ ഞാൻ ഫുൾ ടൈം യേശുവിനെ പറ്റി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ. കാരണം എനിക്ക് പിന്നെ ഉറക്കമില്ല. രാത്രി കഥ കടച്ചാൽ ഞാൻ പിന്നെ ഒറ്റയ്ക്കാണ് ഒരു റൂമിനകത്ത് ഒറ്റയ്ക്ക് കിടക്കുന്നത്. കഥ കടച്ചാൽ പിന്നെ ഈ കരച്ചിലാണ്. രാത്രി ഇങ്ങനെ യേശുവിനെ അങ്ങനെ പ്രാർത്ഥിച്ചു കരഞ്ഞുകൊണ്ടേ ഇരിക്കും. അങ്ങനെ പല പല പാസ്റ്റർമാരും ഞാൻ കണ്ട്
അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ച് യേശുവിനെ പറ്റി ചോദിക്കുകയും അവരിൽ നിന്ന് എല്ലാം മനസ്സിലാക്കുകയും ചെയ്ത് ഞാനിപ്പോൾ പൂർണ്ണമായി യേശുവിൽ ആയി. പിന്നെ എന്നെ സ്നാനപ്പെടുത്തിയത് പ്രധാനൊരു പോയിൻ്റായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയി. അജീഷ് പാസ്റ്ററായിരുന്നു എന്നെ സ്നാനപ്പെടുത്തിയത്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറയുമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് പിന്നെ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി. എൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. എൻ്റെ എന്ത് പ്രശ്നങ്ങളുണ്ടായിരുന്നു അദ്ദേഹമായിട്ട് ഡിസ്കസ് ചെയ്യും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എൻ്റെ ഏറ്റവും വലിയൊരു ഒരു സുഹൃത്താണ് അദ്ദേഹം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. സാറ് വിട്ടുപോയ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ എഴുന്നേറ്റത്. സ്തോത്രം. സ്നാനക്കുളത്തിൽ നിന്ന് കയറിയ സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വ്യക്തമായി എന്നോട് സംസാരിക്കുക, ഞാൻ ഓഡിബിൾ സൗണ്ടിൽ സംസാരിക്കുമെന്ന് പറയാൻ പറഞ്ഞു എന്നോട്. ഞങ്ങൾ രണ്ടുപേരും ഡ്രസ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു, നനഞ്ഞ ഡ്രസ്സാണ്. ഞാൻ എന്തിനാ കരുതി പറയാം, പിന്നെ വിളിക്കുമ്പോൾ പറയാം. പക്ഷെ വീണ്ടും പരിശുദ്ധാത്മാവ് ശക്തമായി ഫോഴ്സ് ചെയ്യുന്നു, ഞാൻ ഓഡിബിൾ സൗണ്ടിൽ സംസാരിക്കും എന്ന് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ കർത്താവിനോട് പറയാൻ പറയുന്നു, ഓഡിബിൾ സൗണ്ടിൽ നിങ്ങൾ ദൈവ ശബ്ദം കേൾക്കും. കർത്താവ് നിങ്ങളോട് ഓഡിബിൾ സൗണ്ടിൽ സംസാരിക്കുമെന്ന് പറയാൻ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ശരിയാണോ? ക്ഷമിക്കണം, എനിക്ക് മറവിയൊരു പ്രശ്നമാണ്. ഞാൻ പറയാം. സ്നാനപ്പെട്ട അന്ന് രാത്രി ഞാൻ എഴുന്നേൽക്കാനുള്ളൊരു കാരണം പറയായിരുന്നു. എൻ്റെ യേശുപ്പച്ചനെ ചിന്തിച്ചിങ്ങനെ കിടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. ഒരു ശബ്ദം കേൾക്കാണ്, മോനെ, ഒരു വല്ലാത്തൊരു, അത് എന്ത് ശബ്ദം എനിക്ക് പറയാൻ പറ്റുന്നില്ല, നിന്നെ ഞാൻ സുവിശേഷത്തിന് പറഞ്ഞു വിടും. അത് കേട്ടിട്ടാണ് ഞാൻ ചാടി എഴുന്നേൽക്കുന്നത്. ആ ഭാഗങ്ങളെല്ലാം നോക്കി എപ്പോഴും രോമം എഴുന്നേറ്റിരിക്കുക. അതിനുശേഷമാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. സന്തോഷമുള്ളവരെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. എൻ്റെ കർത്താവ് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ അവൻ സംസാരിക്കും. കർത്താവ് വെറുതെ ഒരു കാര്യം പറയത്തില്ല. ഹല്ലേലൂയ. പോരെ, സന്തോഷമുള്ളവർ ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ച്. സ്നാനക്കുളത്തിൽ നിന്ന് എഴുന്നേറ്റ സമയത്ത് കർത്താവ് പറയുക, ഞാൻ ഓഡിബിൾ സൗണ്ടിൽ സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. അന്ന് രാത്രി സാറ് തൃശ്ശൂരിലേക്ക് പോകുന്നു, സ്റ്റുഡിയോയിലേക്ക് കയറുന്നു. അത്യാവശ്യം എന്തോ വർക്കുണ്ടായിരുന്നു അല്ലേ? വിശ്രമിക്കാനായി പോകുമ്പോ ഒരാൾ വന്നിട്ട് ചെവി പറയുക, മോനെ, ഞാൻ നിന്നെ സുവിശേഷ വേലയ്ക്കായി ഉപയോഗിക്കും. ഞാൻ മുമ്പ് ചർച്ച പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നി, സാക്ഷി അല്ലേ? പ്രൈസ് ദി ലോർഡ്. അടുത്ത ദിവസം രാവിലെ സാർ എന്നെ വിളിക്കുന്നു. എന്നോട് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത്. എന്നോട് പറയുക, ബ്രദറെ, സ്റ്റുഡിയോയ്ക്കകത്ത് ഒരു ഗായകന്റെ പേര് പറഞ്ഞു, ഞാൻ ഇവിടെ പറയുന്നില്ല, മലയാളത്തിലെ വളരെ പ്രശസ്തനായ ഒരു ഗായകൻ പാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് അതൊന്നും ചിന്തിക്കാനുള്ള ബുദ്ധി കിട്ടുന്നില്ല. കഴിഞ്ഞ രാത്രി ഞാൻ ഒരു ശബ്ദം കേട്ടു, ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ, ജീസസ്. ആ ശബ്ദം കേട്ടു. സാർ എഴുന്നേറ്റിരുന്നു. ഹാൻഡ് റൈറ്റിംഗ് നിങ്ങൾക്ക് കാണണോ? പ്രൈസ് ലോർഡ്. പക്ഷേ ആ പാട്ട് എഴുതിയ സമയത്ത് മാത്രം അച്ചടിച്ചതുപോലെ ഹാൻഡ് റൈറ്റിംഗ് വന്നെന്ന്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ഞാനും നീയും വിശ്വസിക്കുന്നത് ഊഹാമോഹത്തിനല്ലെന്ന്. ആ സമയത്ത് ജോത്സൻ പറഞ്ഞു, 57 വയസ്സാണ് നിങ്ങളുടെ ആയുസ്. കേൾക്കുന്നുണ്ടോ? ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എനിക്കിപ്പോൾ 59 വയസ്സ് കഴിഞ്ഞു. പക്ഷേ 57 വയസ്സിന് തൊട്ട് മുമ്പ് അസുഖങ്ങൾ വരാൻ തുടങ്ങി. ഇനി നിങ്ങൾക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം ഞാൻ പറയട്ടെ. മോഹൻ സിത്താര സാറിനെ ഞാൻ സ്നാനപ്പെടുത്തി.
ആ സ്നാനത്തെക്കുറിച്ച് വലിയ ചർച്ചകൾ നടന്നു സോഷ്യൽ മീഡിയകളിൽ. പ്രൈസ് ലോർഡ്. പക്ഷെ ഇപ്പോഴും ആ വന്ന് പ്രാർത്ഥിച്ചില്ലയോ ഒരു പാസ്റ്റർ ആദ്യമായി സുവിശേഷം പറഞ്ഞെന്ന് പറഞ്ഞ ആരാന്നറിയത്തില്ല. അറിയില്ല ഇപ്പോഴും അറിയില്ല.